ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ രജിസ്റ്റർ ചെയ്തത് ആകെ 33 കേസുകളെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. 33 കേസുകളിൽ SIT അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതിൽ 11 കേസുകൾ ഒരു അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലെന്നും സർക്കാർ കോടതിയിൽ. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഈ കേസ് മൊത്തം 33 കേസുകളെ വന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനം ഒരു അതിജീവിത തന്നെ 11 കേസുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റെന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ സർക്കാർ അറിയിച്ച കാര്യങ്ങൾ? അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ കേസുകളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഒരു പ്രത്യേക ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CS സുധ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസുകൾ കേട്ടുകൊണ്ടിരുന്നത്. അത് ഇടയ്ക്ക് സിറ്റിംഗ് നടത്തി കേസിൻ്റെ പുരോഗതി സർക്കാരിനോടും പ്രത്യേക അന്വേഷണ സംഘത്തോടും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ തവണ സിറ്റിംഗ് നടത്തിയപ്പോൾ സർക്കാരിനോടും SITയോടും ഇതിൻ്റെ അന്വേഷണ പുരോഗതി അറിയിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അതിനനുസരിച്ചാണ് ഇന്ന് സർക്കാർ ഈ കേസുകളുടെ വിവരവും അന്വേഷണ പുരോഗതി അറിയിച്ചത്. സർക്കാർ കൊടുത്ത കണക്കനുസരിച്ച് 33 കേസുകളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിൽ 11 എണ്ണവും ഒരു അതിജീവിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഈ റിപ്പോർട്ടിലുണ്ട്. ഇതിലൊക്കെ അന്വേഷണം പുരോഗമിക്കുകയാണ്. SITയെയാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. മിക്ക കേസുകളിലും തന്നെ ഈ ആരോപണ വിധേയരുടെ അറസ്റ്റും രേഖപ്പെടുത്തുകയും അവർ ജാമ്യത്തിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും കേസിൽ ആരെങ്കിലും കണ്ടെത്താൻ ആയിട്ടില്ല. എല്ലാവരുടെയും കേസിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ 4 കേസുകളിൽ 4 പരാതികൾ ഉയർന്നതിൽ 4 കേസുകളിൽ അന്വേഷണം നടത്തി അതിൽ ബേസ് ഇല്ല, കഴമ്പില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അന്വേഷണം അവസാനിപ്പിച്ചു എന്നും കോടതിയെ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എടുത്ത കേസുകളുടെ ഒരു പൊതു സ്റ്റാറ്റസാണ് കോടതിയെ സർക്കാർ അറിയിച്ചത്. ഏതായാലും അതോടുകൂടി ഇന്നത്തെ കേസിൻ്റെ നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചു. നമുക്കറിയാം 20-ന് വെക്കേഷൻ സിറ്റിങ്ങിന് കോടതി പിരിയുകയാണ്. അതിനു മുമ്പ് 19 ഈ കേസ് ഒന്നുകൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ സ്റ്റാറ്റസ് കോടതിയെ സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും അറിയിക്കുകയും ചെയ്യും. ഈ 33 കേസുകളിലാണ് 4 കേസുകൾ അടിസ്ഥാനരഹിതമാണെന്ന് കരുതി എഴുതി തള്ളുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിൽ സർക്കാർ അങ്ങനെ പറയുകയും ചെയ്തു. ഈ ബാക്കി അപ്പോൾ ഇനിയുള്ള 29 കേസുകൾ മാത്രമാണുള്ളത്. അതാണോ ശരിയായ കണക്ക്? ആകെ എടുത്ത കേസുകളുടെ എണ്ണമാണ് 33. ഇനി അതിൽ 4 എണ്ണം എഴുതിത്തള്ളി എന്ന് പറഞ്ഞാൽ അന്വേഷണം നടത്തി പ്രാഥമിക വിവരങ്ങൾ പരിശോധിച്ചു, പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയതിനെ തുടർന്ന് 4 കേസുകൾ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശേഷിക്കുന്ന കേസുകളിൽ 11 എണ്ണവും ഒരു അതിജീവിത നൽകിയ പരാതിയിൽ എടുത്ത കേസുകളാണ്. അത് നമുക്കൊക്കെ അറിയുന്നതാണ്. ഏതാണ് കേസ്, ആരൊക്കെയാണ് പ്രതികളെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. അതിൽ ബാക്കിയുള്ള കേസുകളുടെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. SIT ആണ് അന്വേഷിക്കുന്നത്. അതും സംബന്ധിച്ച വിവരങ്ങളാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 33 കേസുകളാണ് SIT രജിസ്റ്റർ ചെയ്തത്. അതിന്മേൽ അന്വേഷണം നടക്കുന്നു. 11 കേസുകൾ ഒരു അതിജീവിത നൽകിയതാണ്. 4 കേസുകൾ തെളിവില്ലെന്ന് അടിസ്ഥാനരഹിതമാണെന്ന് കണ്ട് എഴുതി തള്ളുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ സാലി മുഹമ്മദ് പങ്കുവച്ചത്.